ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും ക്ലീനിങ് വീഡിയോസ് വളരെ ഇഷ്ടമാണ്. കാരണം ക്ലീനിങ് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ റൂമായാലും നമ്മുടെ സ്പേസ് ആയാലും ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ആഗ്രഹം തോന്നും, നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലിവിങ് റൂമിന് വേണ്ടിയിട്ടൊരു ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് റൂമിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഫേർണിച്ചേഴ്സൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വീഡിയോസിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ കേർട്ടൻസ് ആദ്യം തന്നെ ഞാൻ മാറ്റാണ്. ഞാനതൊരു 2 മാസമായി കേർട്ടൻ ഇട്ടിട്ട്. അപ്പോൾ എപ്പോഴെപ്പോഴും ക്ലീനിങ് ചെയ്യുമ്പോൾ കേർട്ടനൊന്നും മാറ്റാറില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എടുത്ത് മാറ്റി വാഷ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലാതെ തന്നെ നെറ്റിൻ്റെ കനം കുറഞ്ഞ കേർട്ടൻസ് ആണ്, അല്ലെങ്കിൽ കനം കുറഞ്ഞ തുണിയുടെ കേർട്ടൻസ് ആണ്. കട്ടിയുള്ള കേർട്ടൻ, നല്ല കട്ടിയുള്ള കേർട്ടനൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. കാരണം ഇതുപോലെയുള്ള കേർട്ടൻസ് വാഷ് ചെയ്യാൻ മെഷീനിലായാലും എളുപ്പമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കേർട്ടൻസ് ബെഡ്റൂമിലും മക്കളുടെ റൂമിലും അല്ലെങ്കിൽ ഹാളിലും ഡൈനിങ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സോഫയമേ നമ്മളൊരു തുണി വിരിച്ചിട്ടിട്ടുണ്ട്, ബെഡ്ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിടുക. അപ്പോൾ നമ്മൾ സോഫയുടെ ക്ലീനിങ് നമുക്ക് എളുപ്പമാവും. അല്ലെങ്കിൽ സോഫയമ ഫുൾ പൊടിയാവും, പിന്നെയും അത് നമ്മൾ മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോഫയമ ഫുള്ളായിട്ടും തുണി വിരിച്ച് ഇട്ടിരിക്കുന്നത്. കേർട്ടൻസ് നമുക്ക് ഇങ്ങനത്തെ റോഡുള്ള മോഡൽ കേർട്ടൻസ് ആയതുകൊണ്ട് എളുപ്പത്തിൽ മാറ്റാനും അതുപോലെ തന്നെ വെക്കാനൊക്കെ ആയിട്ട് ഈസിയാണ്. പിന്നെ കേർട്ടൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് വളരെ കനം കുറവുമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഷിങ്ങിന് എളുപ്പമാണെന്ന്. ഇനി നമ്മൾ മാറാല ഫുള്ളായിട്ടും തട്ടിക്കളയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫാനും കൂടി തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ വീട്ടിലെല്ലാ ഫാനുകളും ഒന്നിച്ച് ഒരു ദിവസം തുടച്ചു. കാരണം കോണിയൊക്കെ വെച്ചിട്ട് കയറിയിട്ട് വേണം തുടയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് ചേട്ടൻ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രൂപക്കൂട് നമ്മുടെ പ്രയർ ഏരിയയും നേരത്തെ കൂട്ടി ക്ലീൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞാനത് മുഴുവനായിട്ടും പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് തീരെ നേരില്ലാത്തവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൂമിൻ്റെ എല്ലാ കോർണേഴ്സും നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്നതാണ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഡെയിലി ക്ലീനിങ്ങിൽ നമ്മൾ ആകെ സാധാരണ ചെയ്യുക, റൂമിൽ നിന്ന് അടിച്ചു വാരി ഇടും. പിന്നെ നമുക്ക് തുടച്ചിടാം. അത് ഡെയിലി നമുക്ക് തുടയ്ക്കാൻ നേരമില്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ തുടയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ TV സ്റ്റാൻഡ് അവിടെയുള്ള അതുപോലെ തന്നെ കോഫി ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഡെയിലി ബേസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള ടൈം കിട്ടുള്ളൂ. പക്ഷേ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് മാസത്തിലൊരിക്കൽ ഇതുപോലെ നല്ല രീതിക്ക് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ TV സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള മാറാലയാണ് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ തട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ചെറിയായിട്ട് നനഞ്ഞൊരു തുണി വെച്ചിട്ട് എല്ലാം വൈപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഐറ്റംസും നനവുള്ള ഒന്നും തന്നെ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ ഡസ്റ്റ് ചെയ്യുക, എന്നിട്ട് വെറുതെ ഒരു തുണി വെച്ചിട്ട് തുടച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഐറ്റംസ് പറ്റാവുന്നത്, ഇപ്പോൾ സോഫയായാലും സ്പീക്കേഴ്സ് ആയാലും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ നിന്ന് മാറ്റാം. അപ്പോൾ മുൻപത്തെക്കാട്ടും നമ്മുടെ കുഞ്ഞ് ഹോളാണ്, അങ്ങനെ ഭയങ്കര വലുതൊന്നുമല്ല, അത്യാവശ്യം ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഒതുക്കുന്നത്. ഇനിയാണ് നമ്മുടെ അടുത്ത ജോലി. ഞാൻ ജനാലകൾ തുടയ്ക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സ്പ്രേ പോലത്തെ എന്തെങ്കിലും ക്ലീനേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജനാലകളൊക്കെ കുറേ നാളെത്തിയതാണ്. അപ്പോൾ പെട്ടെന്ന് അതുമ്പോൾ പൊടി ഇങ്ങനെ പിടിക്കും സാധാരണയിലും വിട്ടിട്ട്. കാരണം തുരുമ്പ് പോലെയൊക്കെ ചെറുതായിട്ട് വന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുമ്പോൾ കുറേ ഇങ്ങനെ എക്കും മൂലയൊക്കെ ആയ പോലെയാണ്. അപ്പോൾ തുടയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെള്ളത്തിൽ പുൽത്തൈലം മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഒരു നല്ല മണം ഉണ്ടാവും പുൽത്തൈലത്തിൻ്റെ. ആ മണമുള്ള ഒരു ജസ്റ്റ് അതുകൊണ്ടാണ് തുടയ്ക്കണേ. വേറെ പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും ഉപയോഗിക്കുന്നില്ല. നല്ലൊരു സ്മെല്ലുണ്ടാവും, നമ്മൾ നനച്ച് തുടയ്ക്കുന്നൊരു ഫീൽ, അത്രയേ ഉള്ളൂ. അങ്ങനെ നനച്ച് നമ്മൾ ഫുൾ ജനാല തുടയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് റൂം ക്ലീനിങ്ങിൽ ജനാല തുടയ്ക്കൽ. കാരണം കുറേയധികം നേരം അതും ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യണം. പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചൊക്കെ നമുക്കിതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ജനാലകൾ പൊടി തട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ചെയ്തിട്ട് ഞങ്ങളുടെ ജനലയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ സാധാരണ ഇങ്ങനെ നനച്ച് തുടയ്ക്കുന്നതാണ് ഈ ഒരു ജനലയുടെ ഗ്രില്ലുമ്മ വൃത്തിയാക്കാൻ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ജനാലകളെല്ലാം ആ ഡയമണ്ട് ഷേപ്പ് ഫുള്ളായിട്ടും തുടച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പുറത്ത് പോയിട്ട് ജനാലയുടെ വാതിലുകളും അതൊക്കെ ജസ്റ്റ് പൊടി തുടച്ച് കളയണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ചില്ലുകൾ തുടയ്ക്കുക. നമ്മൾ വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് ഗ്ലാസ് തുടച്ചാൽ അതിങ്ങനെ മായ പോലെ നിൽക്കും, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ക്ലീനറാണ് ഇപ്പോൾ ഗ്രീൻ ബോട്ടിൽ ഗ്ലാസ് ക്ലീനർ. സെയിം ബോട്ടിൽ തന്നെയാണ് ഞാൻ വെള്ളവും പുൽത്തൈലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ 2 ബോട്ടിലാണ്, സെയിം പ്രൊഡക്റ്റ് അല്ല. നമുക്ക് കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഗ്ലാസ് ക്ലീനറാണ്, ആ ബ്രാൻഡിൻ്റെയാണ്. ഇനി ഞാൻ
നമ്മുടെ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ ടി വി അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ അതുമൊന്നും നമ്മൾ നനച്ചും തുടയ്ക്കേണ്ട, വെറുതെ തുടച്ചാൽ മതി. കാരണം വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിലേക്ക് പോയാൽ അതൊക്കെ കേടുവരും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് തുടയ്ക്കുക. ബാക്കി ടി വി സ്റ്റാൻഡ് ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ അവിടത്തൊക്കെ മാത്രം ഞാൻ പതുക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ തുടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെയുള്ള അതിൻ്റെ പ്ലഗും വയറുകളൊക്കെ വിട്ടുപോകാതൊക്കെ. കാരണം അതൊക്കെ വിട്ടുപോയാൽ പിന്നെ അതൊക്കെ വീണ്ടും റീകണക്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നോക്കി ഒക്കെ പൊടി തുടയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ സ്പീക്കറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ തുടയ്ക്കുകയാണ്. ആദ്യം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ചേട്ടൻ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. എൻ്റെ ഒരു സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ആ സോഫയും ഡെക്കോർ ഐറ്റംസും അതൊക്കെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ചേട്ടന് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഇലക്ട്രോണിക് അതും ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ സ്റ്റൈലിലാണ് ഇപ്പോൾ ലിവിങ് റൂം ഇരിക്കുന്നത്. ചെറിയൊരു ഹോളാണ്, പക്ഷേ അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മുടെ വീട് എങ്ങനെയാണോ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. എങ്ങനെയോ വൃത്തിയാക്കി വെക്കുക. അപ്പോൾ എന്തായാലും സ്പീക്കേഴ്സും ആ ഒരു സൈഡിലെ എല്ലാ ഏരിയയും നമ്മൾ പൊടി തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തൂണുകൾ, ഇവിടെ തൂണുണ്ട്, ആ തൂണും കൂടി നമ്മൾ തുടയ്ക്കുകയാണ്. ഇതാദ്യം വൈറ്റ് കളറിലായിരുന്നു. ആ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിക്കുമായിരുന്നു. പിന്നീട് പെയിൻ്റ് അടിച്ചപ്പോഴാണ് നമ്മളതൊരു ബ്രൗൺ കളർ, ഒരു മരത്തിൻ്റെ ഡിസൈൻ പോലെയാണ് ആക്കിയത്. അപ്പോൾ അതിന് ശേഷം നല്ല രീതിക്ക് വൃത്തിയായിട്ട് ഇപ്പം ഇരിക്കുന്നുണ്ട്. കുട്ടികളായാലും അതുമ്മ കയറി നിന്നാൽ പോലും ആ അഴുക്കൊന്നും വന്നാലും പെട്ടെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാതിലുകൾ തുടയ്ക്കുക. ആ വാതിൽ അവിടുത്തെ തുടയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമേയും പൊടിയുണ്ട്. ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ തുടയ്ക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ക്ലീനിങ് ചെയ്യുമ്പോൾ ഇത് മുഴുവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഡീപ്പ് ക്ലീനിങ് ആണ്. ചിലരെങ്കിലും ഇത് മനസ്സിലാക്കാത്ത കമൻറ്റിൽ ചിലപ്പോൾ ചോദിക്കും, ഇതെല്ലാ ദിവസവും ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇനി നമുക്ക് സോഫ നമ്മൾ ഒരു സൈഡിലേക്ക് നീക്കിയിട്ടു, ഒരു സോഫ അത് കഴിഞ്ഞ് അവിടെ അടിച്ച് വാരി തുടച്ചിട്ട് നമുക്ക് അടുത്ത സോഫ ഇങ്ങോട്ട് നീക്കാം. കാരണം നമുക്ക് ഈ സോഫ മുഴുവനായിട്ട് എടുത്ത് റൂമിൽ നിന്ന് മാറ്റിയിട്ടൊന്നും അടിച്ച് വാരി തുടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഐറ്റംസ് കുറച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അങ്ങനെയൊക്കെ നമുക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അവിടെയും കൂടി നമുക്ക് തുടച്ചിട്ട് നമ്മൾക്ക് ഉണങ്ങിയ ശേഷം സെറ്റ് തിരിച്ചിട്ട് സെൻറ്റർ ഭാഗം ക്ലീൻ ചെയ്യാം. ഈ സോഫ പിന്നെ നീക്കാനും പിടിക്കാനൊക്കെ കുറേയും കൂടി വെയിറ്റ് കുറവാണ്. മുൻപത്തെ സോഫയാണെങ്കിൽ നല്ല കനമായിരുന്നു. അപ്പോൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ക്ലീനിങ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് കഴിയുന്നതോട് കൂടിയില്ലേ നന്നായിട്ട് ടയേർഡ് ആവും ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. നമുക്ക് അത്യാവശ്യം ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട് ക്ലീനിങ്ങിന് സെലക്ട് ചെയ്യുക. ഇതുപോലത്തെ മോഡൽ ചൂലാണ് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കിതാണെന്തോ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലർ പക്ഷെ പറയാറുണ്ട് ഇത് അത്രയും കംഫർട്ടല്ല, നോർമൽ ചൂല് വെച്ച് അടിക്കുന്നത്, അല്ലെങ്കിൽ പുല്ല് ചൂലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കിതെന്തോ ബെഡിൻ്റെ താഴെ അടിച്ച് വരാൻ എല്ലാത്തിനും എനിക്കിത് മൊത്തത്തിൽ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഈ ചൂലിപ്പോൾ വാങ്ങിയത് ഞാൻ ഒരെണ്ണം ഉപയോഗിച്ചിരുന്നത് കുറേ നാളായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രിസിൽസൊക്കെ കേട് വന്നു. അപ്പോൾ നമ്മളത് മാറ്റി. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ അടിച്ച് കോരി എടുക്കുന്ന മോഡൽ ഇങ്ങനത്തെ ഒരു ഈ ഡസ്റ്റർ നമ്മൾ വാങ്ങി. അപ്പോൾ ഇത് നമുക്ക് നല്ല കംഫർട്ടബിളാണ്. കാരണം പെട്ടെന്ന് അടിച്ച് വാരി എടുത്ത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും. എനിക്ക് പൊതുവേ അടിച്ച് വാരി കൂട്ടി വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് വാരി ഇത് എടുക്കാതെ അവിടെ വെക്കും. കുറേ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കോരി എടുക്കാട്ടോ, അങ്ങനെ ഒരു മടി. ആ ലാസ്റ്റ് ആകുമ്പോഴേ ഞാനത് എടുക്കുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു ഡസ്റ്റർ കിട്ടിയോടുകൂടി എനിക്ക് ആ ഒരു മടി മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ മോപ്പ് ചെയ്തിട്ട് ഫാനിട്ട് നന്നായി ഉണക്കിയ ശേഷം സോഫേനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റിക്ക് മോപ്പാണ്. ഇതുപോലത്തെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തുണിയുടെ മറ്റേ സ്പിൻ മോപ്പില്ലേ, ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന ആ മോപ്പ്, അതിനേലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. അതുപോലെ മുടിയോ കാര്യങ്ങളോ ഒന്നും അതുമ്മ കുറേ പിടിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ഞാൻ സോഫ അവിടെ തുടച്ചത് ഉണങ്ങിയ ശേഷം സോഫ പഴയ പോലെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ആ തുണി ഇപ്പോഴും മാറ്റിയിട്ടില്ല. ലാസ്റ്റ് ഞാനത് പതുക്കെ എടുത്ത് മാറ്റുള്ളൂ. കാരണം പൊടി താഴെ വീഴാത്ത രീതിയിൽ പതുക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി ഞാൻ ഈ സെറ്റിയും കൂടി ഇങ്ങോട്ട് നീക്കി അത് കഴിഞ്ഞ് അവിടെയും കൂടി നമുക്ക് അടിച്ച് വാരി തുടച്ചിടാം. അപ്പോൾ ഈ സോഫയുടെ താഴെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർപ്പറ്റ് റോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുള്ളൂ. ഡെയിലി ബേസിൽ അവിടെ കാർപ്പറ്റ് വെക്കുക എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ കാർപ്പറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സോഫയുടെ ഇടയിലും എല്ലാം നമുക്ക് അടിച്ച് വാരി എടുക്കാം. ഇതൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ചെയ്യാറുള്ളൂ. ഡെയിലി ബേസിൽ സോഫ ഫുൾ നീക്കി അടിച്ച് വാരലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ഉള്ളൊരു ദിവസം ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സമയത്ത് നിങ്ങൾ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധയോടും വൃത്തിയോടും കൂടി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു കാട്ടിക്കൂട്ടി ചെയ്ത് അവസാനിപ്പിക്കും. കാരണം നമുക്ക് ഇറിറ്റേഷൻ വന്ന് നമ്മളത് പറ്റണോന്നൊക്കെ ചെയ്ത് അവസാനിപ്പിക്കും. അപ്പോൾ അത് വിചാരിച്ച പോലെ വൃത്തിയാവില്ല. അപ്പോൾ എനിക്ക് പൊതുവേ വീഡിയോ പിടിച്ചിട്ട് ക്ലീനിങ് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ വിചാരിച്ച ആ ഒരു ഫുൾ കോൺസെൻട്രേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. വീഡിയോയുടെ ഷൂട്ടിങ്ങും അത് എവിടെ വെക്കണം എന്നുള്ള കുറച്ച് ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ
പറയുമ്പോൾ വീഡിയോ പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പറ്റാവുന്ന ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നല്ല രീതിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വേറെ ജോലിക്കാരൊന്നും വെച്ചിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്യണില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊക്കെ ഓരോ ദിവസം ഓരോ റൂമിനായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താൽ ഒരുവിധം വീട് വൃത്തിയായിട്ട് കിടക്കും. ഇത് കഴിഞ്ഞ് ഞാൻ ടീപ്പോയി നന്നായിട്ടൊന്നും തുടക്കുകയാണ്. അതിൻ്റെ താഴ്ഭാഗമൊന്നും നമ്മൾ സാധാരണ നോർമലി ഞാൻ തുടയ്ക്കാറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ടും തുടക്കുകയാണ്. കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ത് ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ വീട്ടിൽ വുഡൻ ഫർണിച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഗ്ലാസ് ക്ലീനർ, ഇതൊക്കെ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് ക്ലീനർ സാധാരണ ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വെറുതെ നമ്മൾ തുടയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളത്തിൽ നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വിനാഗിരി ഒഴിക്കും. അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് പുൽത്തൈലം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിനാഗിരിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തൊരിത് ചെയ്യണമെന്നില്ല. വിനാഗിരിയാണ് നാശിനിയാണ്, അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ചേർക്കുന്നത്. പുൽത്തൈലം മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് വേറെ ക്ലീനേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനത്തെ ഉപയോഗിച്ചും ചെയ്യാം. ഇത് നമ്മൾ സർഫസ് എല്ലാം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മളത് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മോഡൽ ട്രൈ ചെയ്യാറുള്ളത് സാധാരണ. ഇനി നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോഫയിൽ വെച്ചിരുന്ന തുണിയെല്ലാം നമുക്കെടുത്ത് മാറ്റാം. അതോടൊപ്പം തന്നെ നമുക്ക് കേർട്ടൻസ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കേർട്ടൻസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് യെല്ലോ കളർ കേർട്ടൻസാണ്. ഇത് നമ്മൾ ബെഡ്റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാനിത് ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് മാറ്റിയിട്ടാണ് വൈറ്റ് കേർട്ടൻസ് ഇട്ടത്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലിവിങ് റൂമിൽ എനിക്ക് തോന്നി ഗ്രീൻ കളറാണല്ലോ നമ്മുടെ സോഫ, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് കുറേ കൂടി വരിക യെല്ലോ ആണ്. റോസ് ഞാൻ വെറുതെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു യെല്ലോ കേർട്ടൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേർട്ടൻസ് നമ്മൾ എടുക്കുമ്പോൾ വിൻഡോയുടെ അളവിനും ഡോറിൻ്റെ അളവിനും അങ്ങനെ പല അളവിന് കേർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 5 ഫീറ്റിൻ്റെ കേർട്ടനാണ് കേട്ടോ. അതായത് ഇത് വിൻഡോയുടെ അളവിന് വരെ വിൻഡോയുടെ അളവിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. താഴ്ഭാഗം വരെ നിങ്ങൾക്ക് കെടുക്കണമെന്നുണ്ടെങ്കിൽ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള അളവിൽ വരുന്നുണ്ട്. ആ അളവെടുത്ത നല്ല ലോങ് ആയിട്ടുള്ള കേർട്ടൻസ് കിട്ടും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 5 അടിയുടെ അതുപോലെ തന്നെ 7 അടിയുടെയും ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കേർട്ടൻസ്. 9 ഫീറ്റിൻ്റെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വീടിൻ്റെ കേർട്ടൻസിൻ്റെ വെച്ചിരിക്കുന്ന റോഡിൻ്റെ ഹൈറ്റ് അനുസരിച്ച് വേണം നമ്മളത് വാങ്ങാൻ. അപ്പോൾ അത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സോഫ ഇട്ട് കൊടുത്ത് നമ്മൾ ആ 5 ഫീറ്റിൻ്റെ കേർട്ടൻ ഇട്ടത് കാരണം സോഫയുടെ താഴ്ഭാഗത്തോട്ട് കുറേ പോയി കഴിഞ്ഞാൽ അതുമ്പോൾ നിറയെ പൊടി പിടിച്ച് അവിടെ ഇങ്ങനെ കെടുക്കും. അതുകൊണ്ട് ഞാൻ 5 ഫീറ്റിൻ്റെ അവിടെ ഇട്ടത് 7 ഫീറ്റിൻ്റെ കേർട്ടൻ ഞാൻ ഡോറിൻ്റെ മുമ്പിലായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. സോഫമേ കുഷ്യൻസ് വെച്ചിട്ടുണ്ട്. ഈ സോഫ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുഷ്യൻസാണ്. അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ വേറെ കുഷ്യൻസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് മാച്ചാക്കി വെക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. നമുക്ക് 2 രീതിയിൽ വെക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെരിച്ചൊരു ഡയമണ്ട് ഷേപ്പിലും വെക്കാം കേട്ടോ. ടേബിളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. ഇതെനിക്ക് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഇവിടെ TV കാണാനൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. എന്നിരുന്നാലും മേക്ക് ഓവർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവാൻ നമ്മൾ അവിടെയുള്ള സ്പേസിലൊക്കെ ചെറിയ ഡെക്കോറൊക്കെ വെക്കുമ്പോഴാണ്. TV സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടും കൂടിയിട്ട് ഞാനിങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഡെക്കോറ് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേർട്ടൻസ് നമ്മൾ ഇട്ട് കൊടുത്ത് ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഇലകൾ ഇങ്ങനെ കിട്ടും. നമ്മളത് കുറേ നാൾ മുമ്പൊക്കെ വാങ്ങിയതാണ്. ഞാനപ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ ഈ സ്പേസ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്കിനി കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കെൻഡ് നിങ്ങളെല്ലാവരും ഡീപ്പ് ക്ലീനിങ് ചെയ്യുക, മേക്ക് ഓവർ ചെയ്യുക, നിങ്ങളുടെ റൂം നല്ല ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.